ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടികൾ അതായത് സർവീസ് ആയി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിലോ സർവീസ് സെൻ്ററിലോ എവിടെയൊക്കെ കയറ്റുമല്ലോ. അപ്പോൾ പല ആൾക്കാർക്കും സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ കയറ്റി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ മാറണം, ഇന്ന സാധനങ്ങളൊക്കെ മാറണം എന്ന് പറഞ്ഞ് അവർ വിളിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാറ്റിക്കൊള്ളാൻ പറയും. അപ്പോൾ ചില ആളുകൾക്ക് എന്താ പറയുക വെച്ചാൽ സംശയം ഉണ്ടാവും. അപ്പോൾ അവരത് മാറ്റിയിട്ടുണ്ടോ നമുക്ക് എങ്ങനെ അറിയാം? അങ്ങനെ പല ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ മാറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ലല്ലോ. അവർ പറഞ്ഞിട്ടുണ്ട് ഇത്ര ബില്ലായിട്ടുണ്ട്, എമൗണ്ട് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചില പാർട്സ് നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു പാർട്സിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എയർ ഫിൽറ്റർ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, യോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ വണ്ടികളുടെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാം കൂടി ഒറ്റ വീഡിയോ ആയിട്ടല്ല ചെയ്യാം. അപ്പം പല ആൾക്കാർക്കും അത് ഇന്ന വണ്ടികളത് കിട്ടണമെന്നുണ്ടെങ്കിൽ ലെങ്ത് കുറേ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വണ്ടികളുടെയും വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട് ഇയോന്റെ. അപ്പോൾ അത് കാണാത്തവർ, അപ്പോൾ ഇതിന്റെ മുന്നേ ഞാൻ ഇയോന്റെ ഒരു എയർ ഫിൽറ്റർ എങ്ങനെ അഴിക്കാം, അത് എങ്ങനെ മാറിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഹുണ്ടായിന്റെ i10 എയർ ഫിൽറ്റർ എങ്ങനെ അഴിക്കാം, അത് പുതിയതാണോ, അത് അഴിച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം ഉള്ള വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് i10 ബോണറ്റ് തുറന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് എയർ ഫിൽറ്റർ. അത് എങ്ങനെ അഴിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്ലിപ്പ് ഉണ്ട്. ഈ രണ്ട് ക്ലിപ്പ് അത് ജസ്റ്റ് മുകളിലേക്ക് പൊക്കുക. ആ രണ്ടാം പൊക്കി കഴിഞ്ഞാൽ അത്രയുള്ള ആ ക്ലിപ്പ് എന്നിട്ട് ഇത് നേരെ ബാക്കിലേക്ക് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ ഇതിനകത്ത് ഇത് ഒരു സൈഡിൽ നിന്ന് വലിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതാണ് എയർ ഫിൽറ്റർ. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ പൊടിയൊക്കെ ഇരിക്കുന്നത് ഈ ഭാഗത്തായിരിക്കും കേട്ടോ. പൊടിയെല്ലാം അടിക്കുന്നത് ഈ ഭാഗത്തായിരിക്കും. മറ്റേ ഭാഗത്ത് പൊടി ഉണ്ടായിരിക്കില്ല. ഇത് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എയർ അടിക്കുമ്പോൾ എപ്പോഴും ഈ ഭാഗത്ത് നിന്ന് അടിക്കരുത്. നേരെ ഇവിടുന്ന് അങ്ങോട്ട് അടിക്കണം എയർ അടിക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ പൊടി ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും എയർ അടിക്കുമ്പോൾ ഇങ്ങോട്ട് അടിക്കണം. നമുക്ക് നേരെ തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ വെച്ച് ഉള്ളിലേക്ക് തള്ളി വെച്ച് കഴിഞ്ഞാൽ മതി. അത് തള്ളി വെച്ച ശേഷം ഈ ഫ്രണ്ടിൽ ഇത് ഒരു ലോക്ക് ഉണ്ടായിരിക്കും. വേണ്ട, ഈ ലോക്ക് ഇതിനകത്ത് ഇറങ്ങിയിരിക്കണം. അപ്പോൾ ആ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കുള്ളൂ. അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മതി. അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം സീറ്റിംഗ് ആവും. കറക്റ്റ് സീറ്റിംഗ് ആയി വെച്ച ശേഷം ആ ക്ലിപ്പ് രണ്ടും പഴയ പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ i10 ഒക്കെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. വേറെ ബുദ്ധിമുട്ടായുള്ള പരിപാടിയൊന്നുമില്ല. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം.